Hi and welcome back. This is part 8 of Basics of Electronic Measurement System. Okay, നമ്മൾ ഇനി അടുത്തത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലെ എറേഴ്സ് ആണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക, ദർ ഇസ് നോ മെഷർമെന്റ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി എറർ ഫ്രീ എന്നുള്ള. അതായത് എല്ലാ മെഷർമെന്റ്സിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു എറർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു മുൻവിധിയോടെ വേണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പൊ എന്താ ഇവിടെ വേണ്ടത്? വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകണം. അതായത് എറേഴ്സ് എന്താണ് എറേഴ്സ് എന്നും ഈ എറേഴ്സിന്റെ സോഴ്സസ്, അതായത് എങ്ങനെയാണ് ഈ എറേഴ്സ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അതിന്റെ ആക്യുറസിയും റിലയബിലിറ്റിയും നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആക്യുറസി എന്ന ടേമിന്റെ അർത്ഥം ഓർക്കുക, റിലയബിലിറ്റി നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആക്യുറസി റിലയബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now let's move on to the meaning of error. ഓക്കെ, അപ്പോൾ എറർ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും അവിടെ മനസ്സിലാക്കേണ്ടത്? ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് ആൻഡ് ട്രൂ വാല്യൂ. മെഷർ ചെയ്ത വാല്യൂവിൻ്റെയും ട്രൂ വാല്യൂവിൻ്റെയും ഡിഫറൻസ് ആണ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ട്രൂ വാല്യൂ പലപ്പോഴും അൺനോൺ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അത് യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ട്രൂ വാല്യൂ അൺനോൺ ആയിട്ടുള്ള വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഇവിടെ ഒരു റെഫറൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എറർ എന്താണ്? ഇവിടെ ഈ ഒരു ഗ്രാഫിൽ നമ്മൾ നോക്കിയാൽ എറർ ഇസ് മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. അപ്പോൾ എററിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഒരു ഡീവിയേഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യതിയാനം, അല്ലെ? സോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ ഡീവിയേഷൻ ഓഫ് ദ മെഷേർഡ് വാല്യൂ ഫ്രോം ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ്. ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പം നമുക്ക് കിട്ടേണ്ട വാല്യൂ ഇതാണ് എന്ന് വിചാരിക്കുക. അതാണ് ഈ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന വാല്യൂ. അപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ. ഈ ഡിഫറൻസ് ഓഫ് മെഷർമെന്റ് ആണ് എറർ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് മെഷേർഡ് വാല്യൂ? വാല്യൂ ഒബ്റ്റെയിൻഡ് ഫ്രം ദ മെഷർമെന്റ്. നമ്മൾ അന്നേരം നടത്തുന്ന ആ ഒരു മെഷർമെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാല്യൂ ആണ് മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് ട്രൂ വാല്യൂ? ആക്ച്വൽ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടിയ വാല്യൂ ആണ് ഈ ഒരു ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായി? ആ വാല്യൂ കണ്ടെത്താനായിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെന്റ് പോലും അവിടെ നടത്തുന്നത്. ആൻഡ് ഇതിനകത്ത് വരുന്ന എറർ എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ രണ്ടിന്റെയും കൂടെ വ്യത്യാസമാണ് ആ ഒരു എന്താ പറയേണ്ടത്, എറർ ആയിട്ട് നമ്മൾ കാണുന്നത്. സോ എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വാല്യൂ ഇസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് വെൻ ട്രൂ വാല്യൂ ഇസ് അൺനോൺ. എപ്പോഴും ട്രൂ വാല്യൂ നമുക്ക് അറിയാതെ വരുന്ന അവസരത്തിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉപയോഗിക്കും. സിമ്പിൾ ത്രാസിനെ നമ്മൾ എടുക്കുക. നമ്മുടെ പലചരക്ക് കടയിൽ പോകുമ്പോൾ ഉള്ള ത്രാസ്, ഇപ്പം അരി അവിടെ ഇരിക്കുന്നു, നമുക്ക് 1 കിലോ അരി വേണം. അപ്പോൾ ആ വ്യക്തി ഒരു കൈ കൊണ്ട് ഇത്രയും വാരി കുറച്ച് കവറിലിട്ട് തന്നു കഴിഞ്ഞാൽ അത് 1 കിലോ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ നമ്മളൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉപയോഗിക്കും. അതാണ് ആ 1 കിലോയുടെ ത്രാസിൽ വെക്കുന്ന കട്ട, അല്ലെ? ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സാധാരണ വെക്കും. എന്നിട്ട് നമുക്ക് മെഷർ ചെയ്യേണ്ട അരി എടുത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇടും. അത് തുല്യമായി നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം അത് 1 കിലോ അരിയാണ്. അതാണ് ഈ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് കോമൺ ആയിട്ട് ഇവിടെ ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് എറർ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ആ ഒരു പ്രസൻസ് ഓഫ് എറർ ഡസ് നോട്ട് നെസസറിലി ഇംപ്ലൈ പുവർ മെഷർമെന്റ്. ഇതും നമ്മൾ ഓർത്ത് വെച്ചോളുക. അവിടെ ഒരു എറർ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അത് എപ്പോഴും ഒരു പുവർ മെഷർമെന്റ് ആണ് നടന്നത് എന്നല്ല അതിന്റെ അർത്ഥം. അത് ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്ന എന്തിനെയാണ്? ദ ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് മെഷർമെന്റ് പ്രോസസ്. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെഷർമെന്റ് പ്രോസസ്സിൽ ഓൾറെഡി ഉള്ള ലിമിറ്റേഷൻസിനെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. മനസ്സിലായോ? ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ എറേഴ്സിന്റെ ആ ഒരു എക്സ്പ്രഷൻ വരുന്നത്? എങ്ങനെ എറേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്നു? ഹൗ ഡു യു സേ ദാറ്റ് there is an error എന്നുള്ളത്? സോ ലെറ്റ് us move to the next slide. അപ്പൊ ഇവിടെ നമുക്ക് കാണാം
അബ്സല്യൂട്ട് എറർ എന്ന് നമ്മൾ പറയും, റിലേറ്റീവ് എറർ എന്നും പറയും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എറേഴ്സിനെ പല രീതിയിൽ പല ഫോംസിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പൊ ഈ പല ഫോംസ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വരുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ ഓഫ് ഡീറ്റെയിൽ റിക്വയർഡ്. നമുക്ക് എന്തുമാത്രം ഡീറ്റെയിൽ ആണോ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്, ആ ഒരു ഡീറ്റെയിലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പം അബ്സല്യൂട്ട് എറർ എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് ഡസ് ഇറ്റ് ഗിവ്? ഇറ്റ് ഗിവ്സ് ദ ആക്ച്വൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡീവിയേഷൻ. അബ്സല്യൂട്ട് എറർ ഇവിടെ നോക്കിയേ, അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇസ് ദ മെഷേർഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇസ് ദി ആക്ച്വൽ മാഗ്നിറ്റ്യൂഡ്. എത്രയാണോ ആ ഒരു ഡിഗ്രി വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി വ്യത്യാസം വരുന്നത്, അതിന്റെ യഥാർത്ഥ വാല്യൂ ആണ് എന്താ പറയേണ്ടത്, ഈ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഇനി എന്താണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്? സി, റിലേറ്റീവ് എറർ യു കമ്പയറിംഗ് ഇറ്റ് വിത്ത് സംതിങ് എൽസ്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ എന്തുമാത്രം എറർ എന്നുള്ളത്. അപ്പോ റിലേറ്റീവ് എറർ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ദ എറർ വിത്ത് റെസ്പെക്ട് ടു ദ എക്സ്പെക്റ്റഡ് വാല്യൂ. ആ ഒരു എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ, അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്തുമാത്രം വ്യതിയാനം ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അപ്പൊ റിലേറ്റീവ് എററിലൂടെ നമുക്ക് ഒരു സെൻസ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി ആണ് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നത്, അല്ലെ? അപ്പൊ ഇത് നോക്ക്, റിലേറ്റീവ് എറർ ഇസ് അബ്സല്യൂട്ട് എറർ ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. ഇങ്ങനെ നമുക്ക് റിലേറ്റീവ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ it is a percentage that we are looking at, and it is a comparison that we are looking at, അല്ലേ? ഇനി വരുന്നതാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പൊ പെർസെൻറ്റേജ് എററിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ? വി ആർ എക്സ്പ്രസിങ് ഈ റിലേറ്റീവ് എററിനെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ ഒരു പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിലേറ്റീവ് എററിനെ ഒരു പെർസെൻറ്റേജ് ആയിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെർസെൻറ്റേജിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? നമുക്ക് പലതരം മെഷർമെന്റോ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും. വെൻ വി സേ 50% ഓഫ് സംതിങ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു പെർസെൻറ്റേജ് എറർ 50% എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ എടുക്കുമ്പോഴേക്കും നമുക്ക് ഒരു 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 ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റിലെ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുന്നത്. അത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തില്ല. ദാറ്റ്സ് വൈ വി ഗോ ഫോർ ദ പെർസെൻറ്റേജ് എറർ. ഓക്കെ, അപ്പൊ ഇതാണ് 3 ടൈപ്സ് ഓഫ് എറേഴ്സ്. നൗ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദി അബ്സല്യൂട്ട് എറർ വൺസ് അഗെയിൻ. അപ്പോൾ അബ്സല്യൂട്ട് എററിനെ നമ്മൾ എന്താണ് ആയിട്ടാണ് കാണുന്നത്? ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഓർത്തു വെച്ചോളുക, ഒരു പക്ഷെ നമുക്കിതിന്റെ ഡെഫിനിഷൻ ആയിരിക്കും നമുക്കിതിനകത്ത് ചോദിക്കുന്നത്. ആൻഡ് ചിലപ്പം അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എററിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ, ഇതിന്റെ 3 ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് അത് ഏത് എറർ ആണ് എന്ന് കണ്ടുപിടിക്കാനായിരിക്കും നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്കിത് വരിക. കാരണം ഈ ഒരു പാർട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് 2 ചോദ്യങ്ങളെ നമുക്ക് വരുള്ളൂ. പാർട്ട് A1, A2 അങ്ങനെ നമുക്ക് 4 പാർട്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നിന്ന് ആകെ 2 ചോദ്യങ്ങളെ ഓരോ പാർട്ടിൽ നിന്ന് വരുള്ളൂ. അത് നമ്മൾ ഓർക്കുക. അപ്പോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സെയിം യൂണിറ്റ്സ് ആസ് മെഷറൻറ്റ്. മെഷറൻറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു സംഗതി, അല്ലെ? അവിടെ അപ്പൊ ഇവിടെ നോക്കിയേ, അബ്സല്യൂട്ട് എററിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആസ് ദ ന്യൂമറിക്കൽ ഡിഫറൻസ്. ന്യൂമറിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ട്രൂ വാല്യൂ. ഇവിടെ ഈ 2 ലൈൻസ് കൊടുത്തേക്കുന്ന കണ്ട, ഈ 2 ലൈൻസ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു അബ്സല്യൂട്ട് വാല്യൂ ആണ് എന്നുള്ളതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാമിൽ കൊടുത്തിരിക്കുന്ന നോക്കിയേ, മെഷേർഡ് വാല്യൂ 9.8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു, ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഇവിടെ 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോ ആ ഒരു അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഈ 9.8ന്റെയും 10ന്റെയും ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, 9.8 - 10 ഇവിടെ എഴുതിയിരിക്കുന്നത്
സെന്റിമീറ്റേഴ്സ് എന്ന 0.2 സെന്റിമീറ്റേഴ്സ്. അതെന്തുകൊണ്ടാണ്? കാരണം ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം യൂണിറ്റ്സ്. ആ മെഷർമെന്റിന്റെ സെയിം യൂണിറ്റ്സിൽ ഇവിടെ നമ്മൾ സെന്റിമീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം യൂണിറ്റിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 9.8 മൈനസ് 10 എന്ന് പറയുമ്പം -0.2 എന്ന് വരണമല്ലേ? നോർമലി നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുക. പക്ഷേ ഇവിടെ നോക്ക്, അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ ആ നെഗറ്റീവ് സൈനിനെ അവിടെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഓർക്കുക, അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ലൈനും അബ്സല്യൂട്ട് എറർ എന്ന് എഴുതിയില്ലെങ്കിൽ പോലും ഇതിന്റെ അർത്ഥം അത് അബ്സല്യൂട്ട് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ആണ് അതിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് സൈനിനെ അവിടെ ഇഗ്നോർ ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. ഇഗ്നോർ ചെയ്തിട്ട് അത് പോസിറ്റീവായിട്ട് തന്നെ അതിനെ റെപ്രസെന്റ് ചെയ്താൽ മതി. ഇനി ഒരു കാൽക്കുലേഷൻ തന്നിട്ട് വാട്ട് ഇസ് ദി അബ്സല്യൂട്ട് എറർ എന്നാണ് ചോദ്യം അവിടെ വരുന്നതെങ്കിൽ -2ഉം +2ഉം അല്ല -0.2ഉം +0.2ഉം ഓപ്ഷൻസിലുണ്ടെങ്കിൽ ആ മൈനസ് സൈൻ ഇഗ്നോർ ചെയ്തുകൊണ്ടുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എടുക്കുക. കാരണം എന്താണ്? നമ്മളിവിടെ ജസ്റ്റ് ന്യൂമറിക്കൽ ഡിഫറൻസ് ആണ് നോക്കുന്നത്. അബ്സല്യൂട്ട് എന്ന വാക്ക് പറയുമ്പോഴത്തേക്ക് ആ നമ്പേഴ്സിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. യു വിൽ ഇഗ്നോർ എവ്രിതിങ് എൽസ്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു അബ്സല്യൂട്ട് എറർ ആണ് പറയുന്നത്, സൈൻഡ് എറർ അല്ല. മൈനസ് സൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒരു സൈൻഡ് എറർ എന്ന് പറയും. സൈൻഡ് എറർ അല്ല നമ്മൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. അത് ഓർക്കുക. റൈറ്റ്, ഓക്കെ. സോ അടുത്തത് റിലേറ്റീവ് ആൻഡ് പെർസെൻറ്റേജ് എറർ. അപ്പൊ നമ്മൾ നോക്കിയിരുന്ന റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എറർ ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ. ഇനി പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് ഈ കിട്ടുന്ന റിലേറ്റീവ് എററിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ പെർസെൻറ്റേജിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ ഒരു പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ റിലേറ്റീവ് എറർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അബ്സല്യൂട്ട് എററിനെ എക്സ്പെക്റ്റഡ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം യു ഗെറ്റ് ദ റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ എററിന്റെ സൈസ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സൈസ് ഇൻ റിലേഷൻ ടു ദ സൈസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മെഷേർഡ് ക്വാണ്ടിറ്റി. പെർസെൻറ്റേജ് എറർ ഈ സെയിം റിലേറ്റീവ് എററിനെ നമ്മൾ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഒരു കോമൺ പ്രാക്ടീസ് ആണ് അതിനെ ആ ഒരു പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്. കാരണം നമുക്ക് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടുന്നതിന് കുറച്ച് എളുപ്പമാണ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. സോ അടുത്തത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. നോക്ക്, നമുക്കിവിടെ 3 ക്ലാസിഫിക്കേഷൻ കാണാം അല്ലെ? ഒന്ന് ഗ്രോസ് എറേഴ്സ് ഉണ്ട്, then we have the systematic errors, and then we have random errors. അപ്പോ എറേഴ്സ്, മെഷർമെന്റിൽ വരുന്ന എറേഴ്സിനെ ബ്രോഡായിട്ട് നമുക്ക് 3 കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. അതാണ് ഈ ഗ്രോസ് എറേഴ്സ്, സിസ്റ്റമാറ്റിക് എറേഴ്സ്, റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷനിലൂടെ നമുക്ക് മെയിൻ ആയിട്ട് ആ സോഴ്സ് ഓഫ് എറർ, അതായത് എവിടെ നിന്ന് ഈ എറർ വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതോടൊപ്പം നമുക്ക് ആ ഒരു എറർ റെഡ്യൂസ് ചെയ്യുക അല്ലെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നോക്ക്, ഇത് എവിടെ നിന്നുണ്ടാകുന്നു എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ എറർ എവിടെ നിന്നുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ ഉള്ളത്. ഗ്രോസ് എറർ, സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ എന്ന ആ ഒരു 3 ക്ലാസിഫിക്കേഷൻ ഇവിടെ വരുന്നു. അപ്പോ നമുക്ക് എന്താണ് ഗ്രോസ് എറർ എന്ന് നോക്കാം. ഇപ്പൊ ഗ്രോസ് എറർ കോസ്ഡ് ബൈ ഹ്യൂമൻ മിസ്റ്റേക്സ്, ഇംപ്രോപ്പർ റീഡിംഗ് ഓർ റെക്കോർഡിംഗ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മിസ്യൂസ് നടത്തുന്നതിലൂടെ ആ ഒരു ഗ്രോസ് എറേഴ്സ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഗ്രോസ് എറേഴ്സിന്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു മെഷറിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തി മെഷർമെന്റ് സമയത്ത് വരുത്തുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടുണ്ടാകുന്ന എറേഴ്സ് ആണ് ഗ്രോസ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇംപ്രോപ്പർ ആയിട്ടുള്ള റീഡിങ്, ആ സ്കെയിലിനെ കറക്റ്റ് ആയിട്ട് വായിച്ചില്ല എന്നുള്ള ആ ഒരു പ്രശ്നം കൊണ്ട് വരാം. ഇനി ഇൻകറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് എറർ വരാം. ഇനി ഇൻസ്ട്രുമെന്റ്സ് വളരെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് എറർ വരാം. ഇനി അതും അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ് പ്രൊസീജിയേഴ്സ് അവിടെ കറക്റ്റ് ആയിട്ട് പാലിക്കാത്തത് കൊണ്ടും ഇവിടെ പ്രശ്നം വരാം. അപ്പൊ ഗ്രോസ് എറേഴ്സ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു വലിയ പരിധി വരെ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം മനുഷ്യരൊക്കെ വ്യത്യസ്തരായ ആൾക്കാരല്ലേ.
അപ്പൊ എന്തവിടെ മനുഷ്യൻ പോയി ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഒരു ഒബ്സർവറിൽ നിന്ന് ഇറ്റ് വിൽ ബി ഡിഫറെന്റ് വെൻ കമ്പയർഡ് ടു അനദർ ഒബ്സർവർ എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഗ്രോസ് എറേഴ്സ്. അപ്പൊ നോക്കിക്കോളൂ, ഗ്രോസ് എറേഴ്സ് ഹ്യൂമൻ മിസ്റ്റേക്സ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഒന്ന് ഇംപ്രോപ്പർ റീഡിങ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് എടുക്കുന്നതായിട്ട് വരാം. എന്താ പറയേണ്ടത്, 85 എഴുതുന്നതിന് പകരം 58 എഴുതിയാൽ അതൊരു ഗ്രോസ് എററായി അല്ലെ. ഇതൊക്കെ സംഭവിക്കാവുന്ന സംഗതികളാണ്. ഇനി ഇൻസ്ട്രുമെന്റ്സിനെ മിസ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ കെയർലെസ് ആയിട്ടോ ഇൻകറക്റ്റ് ആയിട്ടോ ആ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ യൂസ് ചെയ്യുമ്പോഴും ഗ്രോസ് എറേഴ്സ് അവിടെ പ്രൊഡ്യൂസ്ഡ് ആകും. സോ ഹ്യൂമൻ അല്ലെങ്കിൽ ഒബ്സർവർ മിസ്റ്റേക്ക് ലീഡ്സ് ടു റോങ് റീഡിംഗ്, recording or instrument use, and that is what is termed as gross error. And gross error unpredictable ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഒരു ഒബ്സർവറിൽ നിന്ന് മറ്റൊരു ഒബ്സർവറിലേക്ക് നമ്മൾ നോക്കുമ്പം വ്യത്യസ്തമായ മിസ്റ്റേക്സ് ആയിരിക്കും അവർ ചെയ്യുന്നത്. എല്ലാവരും ഒരേ മിസ്റ്റേക്ക് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഈ എറേഴ്സ്, ഗ്രോസ് എറേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഗ്രോസ് എറേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്ത് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല, കാരണം മനുഷ്യൻ വരുത്തുന്ന തെറ്റാണ് അവിടെ അല്ലേ. പക്ഷേ അതിനെ മിനിമൈസ് ചെയ്യാം. നമ്മൾ ആ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തി കുറെ കൂടെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യണം, ആ വ്യക്തിക്ക് നല്ല ട്രെയിനിങ് നൽകണം, ആൻഡ് ആ ഒരു മെഷർമെന്റ് പ്രൊസീജിയേഴ്സിന് ആ വ്യക്തി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അഡ്ഹറൻസ് ടു മെഷർമെന്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സും അതേപോലെ ക്രോസ് ചെക്കിങ്ങും, ആ ഡേറ്റയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സും ഡേറ്റയുടെ ക്രോസ് ചെക്കിങ്ങും ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗങ്ങളാണ് ഈ ഒരു ഗ്രോസ് എറേഴ്സിന്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന്. ഇവിടെ ആ ചെയ്തിരിക്കുന്ന മെഷർമെന്റ്സിന്റെ ഒരു ക്വാളിറ്റി കൺട്രോളും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുള്ളൂ ആ ഒരു വ്യക്തിക്ക് എറേഴ്സ് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? കൺസിസ്റ്റന്റ് ആൻഡ് റിപ്പീറ്റബിൾ എറേഴ്സ് ആണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇറ്റ് ഹാപ്പൻസ് എങ്ങനെയാണ്? ഐഡന്റിഫയബിൾ ആയിട്ടുള്ള കോസസ് അതിന്റെ പിന്നിലുണ്ടാകും. ആൻഡ് എഫക്ട് ഓൾ മെഷർമെന്റ്സ് സിമിലർലി. എല്ലാ മെഷർമെന്റ്സിനെയും ഒരേപോലെ എഫക്ട് ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്താണ്? ആ എറേഴ്സ് ഒക്കെ വളരെ കൺസിസ്റ്റന്റ് ആയിരിക്കും ആൻഡ് റിപ്പീറ്റ് ചെയ്ത് ഒരേപോലെ വരുന്ന ഡീവിയേഷൻസ് ആയിരിക്കും. ആ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂവിൽ നിന്ന് എപ്പോഴും ആ ഒരേപോലത്തെ ഒരു ഡീവിയേഷൻ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം എന്നുള്ളത്. അപ്പൊ ഈ എറേഴ്സ് ഉണ്ടാകുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് എല്ലാ മെഷർമെന്റ്സിനെയും ഒരേ രീതിയിലായിരിക്കും ഇത് എഫക്ട് ചെയ്യുന്നത്. ഇറ്റ് എഫക്ട്സ് ഇൻ ദ സെയിം മാനർ. നോക്ക്, ഗ്രോസ് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വ്യത്യസ്തമായ ഒരു സംഗതിയാണ് അല്ലെ. ഗ്രോസ് എറേഴ്സിനെ പോലെ അല്ല ഇവിടെ. സിസ്റ്റമാറ്റിക് എറേഴ്സിനെ പലപ്പോഴും നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് അത് എവിടെ നിന്നാ അത് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായാൽ നമുക്കതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ലുക്ക് അറ്റ് ദ ഇമേജ്. ഒന്ന്, സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൺസിസ്റ്റന്റ് ആണ്, റിപ്പീറ്റബിൾ എറേഴ്സ് ആണ്. അപ്പോ അതുകൊണ്ടാണ് അതിനെ സിസ്റ്റമാറ്റിക് എന്ന് തന്നെ നമ്മൾ പറയുന്നത്. കൺസിസ്റ്റന്റ് എപ്പോഴും ഉണ്ടായിരിക്കും ആ ഒരു എറർ എന്നുള്ളത്. ആൻഡ് ഡ്യൂ ടു ഐഡന്റിഫയബിൾ കോസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മേ ബി ആ ഒരു സീറോ എറർ അതിനകത്ത് ഒരു പ്രശ്നം വരുന്നതായിരിക്കാം. ആ ഒരു ഇൻസ്ട്രുമെന്റ് ഡസ് നോട്ട് റീഡ് സീറോ കറക്റ്റ്ലി. സീറോ റീഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ കാണിക്കുന്നത് പോലെ ഒരു 0.2 എപ്പോഴും വന്ന് നിൽക്കുന്നത്. അത് ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ മിസ്റ്റേക്ക് കൊണ്ട് വേറെ ആയിരിക്കാം അവിടെ ഒരു പക്ഷേ വരുന്ന ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ കാലിബ്രേഷൻ എറർ കൊണ്ട് അത് അവിടെ വരാം എന്നുള്ളത്. ഇൻസ്ട്രുമെന്റ് ഇവിടെ കൺസിസ്റ്റന്റ്ലി ഇറ്റ് ഇസ് ഓഫ് ദ ട്രൂ വാല്യൂ. അപ്പോൾ കാലിബ്രേഷൻ എറർ കൊണ്ടാകാം. ഇനി അതും അല്ലെങ്കിൽ ഒരു ഫോൾട്ടി സെറ്റിംഗ് ആകാം അവിടെ വരുന്നത്. അപ്പൊ ഇൻകറക്റ്റ് സ്കെയിൽ അല്ലെങ്കിൽ അതിന്റെ മോഡ് ഇൻകറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള യൂണിറ്റ് അവിടെ സെലക്ട് ചെയ്തത് കൊണ്ടും വരാം. ഇപ്പൊ ഇവിടെ 1 എന്ന് കാണിക്കുന്നതിന് പകരം എപ്പോഴും അത് 1.05 എന്ന് കാണിക്കുന്നു. ആൻഡ് മറ്റൊരു സവിശേഷത എന്താണ്? ഇത് എല്ലാ മെഷർമെന്റ്സിനെയും ഒരേപോലെ എഫക്ട് ചെയ്യും എന്നുള്ളത്. ഇപ്പൊ ട്രൂ വാല്യൂ ഇവിടെ 10 ആണ് വരേണ്ടതെങ്കിൽ അത് എപ്പോൾ നോക്കിയാലും 10.2 കാണിക്കും. 20 ആണ് ട്രൂ വാല്യൂ വരേണ്ടതെങ്കിൽ 20.2 കാണിക്കും. 30 ആണ് വരേണ്ടതെങ്കിൽ 30.2 കാണിക്കും. അങ്ങനെയാണ് ആ ഒരു ഡിഫറൻസ് അവിടെ വരുന്നത്.
അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് എപ്പോഴും ആ ഒരു സെയിം പാറ്റേൺ ഓഫ് ഡീവിയേഷൻ ആയിരിക്കും എപ്പോഴും കാണിക്കുന്നത്. ആൻഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത്. ആ കാരണങ്ങൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് ഇൻസ്ട്രുമെന്റൽ എറേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ആ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റിന് എന്തോ തകരാറുള്ളത് കൊണ്ട് വരുന്ന എറേഴ്സിനെയാണ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കതിനെ പറയാം ഇൻസ്ട്രുമെന്റ് ഇംപെർഫെക്ഷൻസ് കാരണം വരുന്ന എറേഴ്സ് എന്ന് നമുക്ക് പറയാം. അത് ഒരു പക്ഷേ ഇൻഹെറന്റ് ആയിട്ടുള്ള ഇംപെർഫെക്ഷൻസ് ആയിരിക്കും, ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ നിർമ്മാണത്തിൽ തന്നെ വരുന്ന ഇംപെർഫെക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഒരു പക്ഷേ അത് മൂവിങ് പാർട്സിന്റെ ഫ്രിക്ഷനിലൂടെ ഉണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിലുള്ള കമ്പോണൻസ് പഴയതാകുന്നത് കൊണ്ട് ഏജിങ് ഓഫ് കമ്പോണൻസ് കൊണ്ടാകാം, ഒരു പക്ഷേ അതിന്റെ സ്പ്രിങ് അല്ലെങ്കിൽ മാഗ്നറ്റ്സ് അതൊക്കെ പഴയതാകുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട കാലിബ്രേഷൻ കൊണ്ട് വരുന്നതും ആകാം. അപ്പോൾ ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് പലപ്പോഴും ദേ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്രോപ്പർ ഇൻസ്ട്രുമെന്റ് സെലക്ഷൻ. ഒന്ന്, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് സെലക്ട് ചെയ്യുക, അതിന് റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസ് കൊടുക്കുക, ആൻഡ് എപ്പോഴും അത് കാലിബ്രേറ്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്ലൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്ക്, ഫ്രിക്ഷൻ, ഏജിങ്, പുവർ കാലിബ്രേഷൻ, ഇതുകൊണ്ടാണ് ആ ഒരു ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന്, ഡ്യൂ ടു ഇൻസ്ട്രുമെന്റ് ഇംപെർഫെക്ഷൻസ്, ആ ഒരു ഇൻസ്ട്രുമെന്റിൽ ഓൾറെഡി ഉണ്ട് ആ ഒരു ഇംപെർഫെക്ഷൻ, അപ്പോൾ അതിന് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറയുന്നത് നോക്ക്, അതിന്റെ മൂവിങ് പാർട്സിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ മുഖാന്തരം വരാം. ആൻഡ് അത് പ്രായം ചെല്ലുന്നത് കൊണ്ട്, കാലപ്പഴക്കം വരുന്നത് കൊണ്ട്, സ്പ്രിങ്ങും മാഗ്നറ്റും ഒക്കെ പഴയതാകുന്നത് കൊണ്ട് അതിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കുറയുന്നത് മൂലവും വരാം. അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കാലിബ്രേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത്, ഇൻകറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സീറോ സെറ്റിംഗ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു കാലിബ്രേഷൻ പലപ്പോഴും ആ ഒരു സിസ്റ്റമാറ്റിക് ഡീവിയേഷനിലേക്ക് കൊണ്ടുവരുന്നു. സിസ്റ്റമാറ്റിക് ഡീവിയേഷനും ഒരു ഇൻസ്ട്രുമെന്റൽ എറർ ആയിട്ട് തന്നെ നമുക്ക് അവിടെ വരാം. ഇനി മറ്റൊരു സംഗതി ഇവിടെ നോക്കിയേ, ഇൻഹെറന്റ് ഇൻ ഇൻസ്ട്രുമെന്റ് ഡിസൈൻ എന്നിവിടെ പറയുന്നത് പ്രത്യേകം നമ്മൾ ഓർത്തോളുക. ഓരോ ഇൻസ്ട്രുമെന്റിനും ഡിസൈനിൽ തന്നെ അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ടാകാം. ആ ഡിസൈനിൽ വരുന്ന ലിമിറ്റേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് റെസൊല്യൂഷന്റെ ലിമിറ്റ്സ് ആകാം, അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ആകാം, അല്ലെങ്കിൽ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ബയാസ് ആകാം. ഇതൊക്കെ ആയിരിക്കും അതിന്റെ കാരണങ്ങളായിട്ട് വരിക. ഓക്കെ, അപ്പോ എന്താ പറയേണ്ടത്, നമുക്കിതിനെ പരിഹരിക്കാൻ കഴിയുന്നത് നമുക്ക് റെഗുലർ ആയിട്ടുള്ള ആ ഒരു മെയിൻ്റനൻസ്, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റിനെ സെലക്ട് ചെയ്യുക, ആൻഡ് ആ ഒരു കാലിബ്രേഷൻ എപ്പോഴും നടത്തി അതിനെ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഇത് പരിഹരിച്ച് എടുക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു എൻവയറമെന്റൽ എറേഴ്സ് അവിടെ സംഭവിക്കുന്നത് എപ്പോഴും ആ ഒരു എക്സ്റ്റേണൽ കണ്ടീഷൻസ് മുഖാന്തരമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുന്ന സറൗണ്ടിങ്സിന്റെ സ്വാധീനം കൊണ്ടാകാം ഈ എൻവയറമെന്റൽ എറേഴ്സ് അവിടെ ഉണ്ടാകുന്നത്. നോക്ക്, ടെമ്പറേച്ചറിൽ വരുന്ന ആ ഒരു വ്യതിയാനം, ഹ്യൂമിഡിറ്റിയിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വരുന്ന ആ ഒരു ചേഞ്ചസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്സ് അതിന് ചുറ്റാകെ ഉണ്ടെങ്കിൽ അതും ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ പെർഫോമൻസിനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഇത്തരത്തിലുള്ള എറേഴ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഒരു എൻവയറമെന്റൽ കൺട്രോളിനെ നമ്മൾ അവിടെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരണം. പലപ്പോഴും നമുക്ക് ആ ഇൻസ്ട്രുമെന്റിനെ ഷീൽഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിനെ നമുക്ക് അതിന്റെ ഉപയോഗം അങ്ങനെയുള്ള സാഹചര്യം കണ്ടീഷൻസിലേക്ക് നമുക്ക് പരിമിതപ്പെടുത്താം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ എൻവയറമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിന് ഇൻസ്ട്രുമെന്റുമായിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന അന്തരീക്ഷമാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. എക്സ്റ്റേണൽ കണ്ടീഷൻസ് ആണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. എക്സ്റ്റേണൽ കണ്ടീഷൻസ് പലപ്പോഴും നമ്മുടെ ആ ഒരു സ്വാധീനത്തിലായിരിക്കില്ല, പക്ഷെ നമുക്ക് അതിന് വേണ്ട അനുയോജ്യമായ കണ്ടീഷൻസ് ഉള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റിനെ മാറ്റി അവിടെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിന് ചുറ്റാകെയുള്ള എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എറേഴ്സ് വരാനുള്ള ആ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഇതിന്റെ എഫക്റ്റ് എന്തായിരിക്കും വരിക?
ആ സറൗണ്ടിങ് കണ്ടീഷൻസ് ഇവിടെ അതിനെ സ്വാധീനിക്കുന്നു അല്ലേ. അപ്പോ ട്രൂ വാല്യൂവിലായിരിക്കില്ല അത് എപ്പോഴും കാണിക്കുന്നത്. ആ ഒരു ഇൻസ്ട്രുമെന്റ് എഫക്റ്റ് ആകുമ്പോഴത്തേക്ക് അത് ആ ഒരു ട്രൂ വാല്യൂവിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകും എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. നൗ ഒബ്സർവേഷണൽ എറേഴ്സും ഇവിടെ വരും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതും ഹ്യൂമൻ ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നതാണ്. ഇവിടെ പാരലലാക്സ് എറർ അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ എന്ന ആ ഒരു കോൺസെപ്റ്റും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒബ്സർവേഷണൽ എറേഴ്സ് എപ്പോഴും ഉണ്ടാകുന്നത് ആ ഒരു ഒബ്സർവറുടെ ലിമിറ്റേഷൻസ് മുഖാന്തരമാണ്. അപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷണൽ എറർ എന്ന് പറയുന്നത് പാരലാക്സ് എറർ ആണ്. എന്താണ് ഈ പാരലലാക്സ് എറർ എന്ന് പറയുന്നത്? ഈ ഒരു എറർ സംഭവിക്കുന്നത് ആ ഒരു സ്കെയില് വായിക്കുന്നത് ഒരു ഇൻകറക്റ്റ് ആംഗിളിൽ നിന്നുകൊണ്ട് ആ സ്കെയിൽ വായിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പാരലലാക്സ് എറർ ഇവിടെ സംഭവിക്കുന്നത്. അതേപോലെ ബയാസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേഷനും അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റീഡിംഗ് ഹാബിറ്റ്സ്, ആ ഒരു വ്യക്തിയുടെ റീഡിംഗ് ഹാബിറ്റ്സ് ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിലും ഈ ഒബ്സർവേഷണൽ എറേഴ്സിലേക്ക് അത് നയിക്കാം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള എറേഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് ആ കൃത്യമായിട്ടുള്ള ആ ഒരു വ്യൂവിങ് ടെക്നിക്സ്, അതിന്റെ ആ ഒരു റീഡിങ് ഏത് ആംഗിളിൽ നിന്ന് നോക്കണം എന്നുള്ള ആ ഒരു ടെക്നിക്സ് ഈ ഒരു വ്യക്തിക്ക് നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാകണം. ആൻഡ് എന്താ പറയേണ്ടത്, ഒരു പക്ഷേ മിറർ സ്കെയിൽസ് ഉപയോഗിച്ചും ഇത് പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ലിമിറ്റേഷൻസ് കൊണ്ട് തന്നെയാണ് ഈ ഒബ്സർവേഷണൽ എറേഴ്സ് വരുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഒബ്സർവേഷണൽ എറേഴ്സ് അറൈസ് ഫ്രം ഒബ്സർവർ റാദർ ദാൻ ദ ഇൻസ്ട്രുമെന്റ്. ഒബ്സർവേഷണൽ എറേഴ്സ് ആ ഒരു ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്നാണ് വരുന്നത്, ഇൻസ്ട്രുമെന്റിന്റെ കുഴപ്പം കൊണ്ടല്ല ആ ഒരു എറർ വരുന്നത്. അപ്പൊ എന്താണ് ഈ പാരലലാക്സ് എറർ എന്ന് പറയുന്നത്? പാരലലാക്സ് എപ്പോഴും ആ ഒരു കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്കെയിലിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് വേണം നോക്കാനായിട്ട്. അതായത് ആ ഒരു സ്ട്രെയിറ്റ് ഓൺ വ്യൂ ഉണ്ടാകണം, നേരെ അതിനെ നോക്കണം. നേരെ നോക്കുമ്പോഴാണ് ആ ഒരു ട്രൂ റീഡിങ് അവിടെ ലഭിക്കുക. ഒരു പക്ഷേ ആ ഒരു ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ഒരു 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 ആംഗിളിൽ നിന്ന് നമ്മൾ അതിലേക്ക് നോക്കുന്നതാണ് ആ ഒരു ഇൻകറക്റ്റ് റീഡിങ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ആ ഒരു ആംഗിൾഡ് ആയിട്ടുള്ള വ്യൂ ഒരു എന്താ പറയേണ്ടത്, റീഡിങ് ഒന്നുകിൽ ഹയർ അല്ലെങ്കിൽ ലോവർ എന്നുള്ള ആ ഒരു തോന്നൽ, ഒരു ധാരണ ആ നോക്കുന്ന വ്യക്തിക്ക് കൊടുക്കും. അതിനെയാണ് പാരലലാക്സ് എറർ എന്ന് പറയുന്നത്. ഇനി ബയാസ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു റീഡിങ് ഹാബിറ്റ്സ്, അതുകൊണ്ടും ഈ ഒരു ഒബ്സർവേഷണൽ എറർ അവിടെ ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഒരു പക്ഷേ ആ ഒരു റീഡർ എ നോക്കുമ്പോഴത്തേക്ക് അത് 9.8 കാണിക്കുന്നു, എന്നാൽ ട്രൂ വാല്യൂ 10 കാണിക്കേണ്ടത്. പക്ഷേ ആ ഒരു രണ്ടാമത്തെ റീഡർ നോക്കുമ്പോഴത്തേക്ക് അത് 10.2 കാണിക്കുന്നു. രണ്ടാമത്തെ റീഡർ അവിടെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡിഫറെന്റ് ഒബ്സർവേഴ്സ് വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഉള്ള വ്യക്തിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള റീഡിങ്സ് അവിടെ ലഭിക്കും. അങ്ങനെയാണ് ഈ ഒബ്സർവേഷണൽ എറേഴ്സ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ഒന്ന്, നമുക്ക് കൃത്യമായിട്ടുള്ള കാലിബ്രേഷനിലൂടെ അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എറേഴ്സ് പലപ്പോഴും നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് ഇൻസ്ട്രുമെന്റ്സിനെ കൃത്യമായി കാലിബ്രേറ്റ് ചെയ്യുക എഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ് റെഫറൻസസ്. അതേപോലെ എൻവയറമെന്റൽ കണ്ടീഷൻസിനെ അവിടെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒബ്സർവേഷൻ ടെക്നിക്സും ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ നമ്മൾ ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റമാറ്റിക് എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്നത് വളരെ ഈസിയാണ് വെൻ വി കമ്പയർ ടു റാൻഡം എറേഴ്സ്. മനസ്സിലായില്ലേ? ഇപ്പൊ സിസ്റ്റമാറ്റിക് എറേഴ്സിന് ഒന്ന് കാലിബ്രേഷന്റെ പ്രോസസ്സ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേതൊന്ന് ആ ഒരു എൻവയറമെന്റൽ കൺട്രോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമതൊന്ന് ഒബ്സർവേഷൻ മെത്തേഡ്സിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എറേഴ്സ് അവിടെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ റാൻഡം എറേഴ്സ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും അൺനോൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ഈ റാൻഡം എറേഴ്സിന് കാരണമാകുന്നത്. അത് അൺനോൺ ആയിരിക്കും, അത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആകാം. അതാണ് ഈ മെഷർമെന്റിനെ ഇവിടെ എഫക്ട് ചെയ്യുന്നത്. ഈ എറേഴ്സ്
it can cause the measured values to scatter randomly around the expected value. അത് എപ്പോഴും ആ ഒരു എക്സ്പെക്റ്റഡ് വാല്യൂവിന് ചുറ്റാകെയുള്ള ഒരു വാല്യൂ ആയിട്ട് കാണാം. നോക്ക്, ഇവിടെ ഒരു വിഷ്വൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ക്വാണ്ടിറ്റി സ്കാറ്റേർഡ് ആയിട്ട് കിടക്കും അക്രോസ് ദ ട്രൂ വാല്യൂ. ഇപ്പൊ ട്രൂ വാല്യൂ ഇവിടെ നിൽക്കുന്നു 10 ട്രൂ വാല്യൂ വരുന്നതെങ്കിൽ ചിലപ്പോൾ അത് 9.9 കാണിക്കാം, അടുത്തതിൽ 10.2 കാണിക്കാം, പിന്നെ 9.6 കാണിക്കാം, പിന്നെ 10.4 കാണിക്കാം. അതാണ് റാൻഡം ആയിട്ട് അത് സ്കാറ്റേർഡ് ആയി കിടക്കും. അതുകൊണ്ടാണ് ഇതിനെ റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇതാണ്, ആ എക്സ്പെക്റ്റഡ് വാല്യൂവിന്റെ ചുറ്റാകെ അപ്പുറം ഇപ്പുറം ആയിട്ട് അത് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സിനെ പോലെ അല്ല റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. റാൻഡം എറേഴ്സിനെ നമുക്ക് അതിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ സ്വഭാവം, ചിലപ്പോൾ അതിന്റെ കാരണം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് എന്താണ്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ എഫക്റ്റിനെ നമുക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരാം. എങ്ങനെയാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ അതിന്റെ എഫക്റ്റിനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോ ആ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്ട് വി ഡു, റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ് അവിടെ ചെയ്യുക. മൾട്ടിപ്പിൾ മെഷർമെന്റ്സ് എടുക്കണം അണ്ടർ ദ സെയിം കണ്ടീഷൻസ്. അപ്പൊ കൂടുതൽ ഡേറ്റ ഇവിടെ കളക്ട് ചെയ്യണം. എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ റിസൾട്ട്സിന്റെ ആവറേജ് എടുക്കുന്നത്, നമ്മൾ ആ ഒരു മീൻ അപ്പൊ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ട്രൂ വാല്യൂ അവിടുന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ ഈ റാൻഡം ഡീവിയേഷൻസ്, നമ്മൾ ആ മീൻ എടുക്കുമ്പം റാൻഡം ഡീവിയേഷൻസ് അങ്ങ് ക്യാൻസൽ ആകും. ആൻഡ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലേക്ക് വരുന്നത്, അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് എന്താ പറയേണ്ടത്, ആ ഒരു അൺസർട്ടനിറ്റിയെ നമ്മളവിടെ ക്വാണ്ടിഫൈ ചെയ്യണം. ഉദാഹരണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ ഉപയോഗിക്കാം. ആൻഡ് റിലയബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ്. ഇനി ഈ റാൻഡം എറേഴ്സിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ ഈ പറഞ്ഞതുപോലെ അത് സെപ്പറേറ്റ് ആയിട്ടൊരു സ്ലൈഡിലൂടെ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ റാൻഡം എറേഴ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രീതികളാണ്. ആദ്യം ഒന്ന്, റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ് അവിടെ എടുക്കുക. എന്നിട്ട് രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അപ്ലൈ ചെയ്യുക. ആൻഡ് ആ ഒരു ആവറേജ് എടുക്കുന്ന ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് അതിനെ പരിഹരിക്കാം. അപ്പൊ ആ ഒരു ആവറേജിങ് ടെക്നിക്സ് അവിടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ ഒരു റാൻഡം എററിന്റെ സ്വാധീനം അവിടെ കുറഞ്ഞു വരും എന്നുള്ളത്. അപ്പൊ കുറെ കൂടെ റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി എറർ അനാലിസിസിന്റെ പ്രാധാന്യം എന്താണ്? ഒന്ന്, ആ മെഷർമെന്റിന്റെ റിലയബിലിറ്റി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇൻസ്ട്രുമെന്റ്, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് സെലക്ട് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. അതേപോലെ ആ ഒരു എക്സ്പെരിമെന്റൽ ആക്യുറസിക്കും വളരെയധികം എസെൻഷ്യൽ ആണ് ഈ എറർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം എറർ അനാലിസിസിന്റെ ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, നമുക്ക് ആ ഒരു ആക്യുറസി ഇംപ്രൂവ് ചെയ്യാം, സൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് സെലക്ട് ചെയ്യാം, ആൻഡ് ആ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട്സിനെ കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മെഷർമെന്റ് സയൻസിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എറർ അനാലിസിസ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫണ്ടമെന്റൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു സയന്റിഫിക് മെഷർമെന്റ്സിലും എഞ്ചിനീയറിംഗിലും ഒക്കെ നമുക്കൊരു കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. റൈറ്റ്. ഇനി നമുക്ക് ഒരു പാർട്ടും കൂടി ഉണ്ട് ഇതിനകത്ത് നമുക്ക് നോക്കാനായിട്ട്, അതായത് സ്കെയിൽ റേഞ്ച്, സ്കെയിൽ സ്പാൻ ആൻഡ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അത് നമുക്ക് ഒരു ഒറ്റ ലെസണിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതോടുകൂടി ഈ ഒരു മോഡ്യൂൾ അങ്ങ് കംപ്ലീറ്റ് ആണ്. So thank you very much for watching this lesson, and you have an excellent day ahead. See you in the next class.